മനുഷ്യന്മാർ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പഞ്ചായത്ത് ഈ വയനാട്ടിലാണ്, തിരുനെല്ലി. അവിടെ ഇത്രയും പേര് 300ഓളം പേര് മരിച്ചിട്ടുണ്ട്, അറിയാമോ? ഈ വർഷം ഇത്രയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ നിയമത്തിന്റെ ഭേദഗതി ചർച്ച ചെയ്യാൻ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ അനിയ അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അനിയൻ പറഞ്ഞത് 100% യോജിച്ചുകൊണ്ടാണ് പറയുന്നത്, എതിർത്തല്ല ഞാൻ പറയുന്നത്, അനുകൂലിക്കുകയാണ്. ഇതായത് 72-ലുണ്ടായ നിയമം അതവിടെ നിൽക്കുകയാണ്. പല നിയമങ്ങളും മോദിയുടെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. നിയമങ്ങൾ എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുക. ആ കുറയ്ക്കുന്ന കൂട്ടത്തിൽ പല നിയമങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ എല്ലാ നിയമങ്ങളും കൂടെ ക്രോധീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കിയാൽ പോരെ? ഒരു 100 ചില്ലുവാനും നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ മാറണം. അതിന് ശക്തമായ നമ്മുടെ അഭിനന്ദ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിൻ്റെ ഒരു നോട്ടൊക്കെ എനിക്ക് ഇതുണ്ടായി. ആ നോട്ട് ഉൾപ്പെടെ പ്രധാനമന്ത്രിക്ക് ഉടനെ എത്തിച്ചു കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിലെ ആദ്യത്തെ ഒരു ചർച്ച എന്ന നിലയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ കൂടെ ജനപ്രതിനിധികളെ ഉപേക്ഷിച്ചുകൊണ്ടൊന്നും കൂടാൻ കഴിയില്ല. അവരെ കൂടി ഉൾപ്പെടുത്തി പിതാവ് പങ്കെടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ കോൺഫറൻസ് എത്ര താമസിക്കാതെ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ നടപ്പാക്കി ഒരു ചർച്ച നടത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചയിലൂടെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയാലല്ലാതെ ഈ വയനാട്ടിലെ ജനങ്ങൾ രക്ഷപ്പെടില്ല. വളരെ ദയനീയമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞ 2015 വരെ 6 മാസം കൂടുമ്പോൾ ഒരു ദിവസം ഇവിടെ വന്നുകൊണ്ടിരുന്ന അന്ന് നിങ്ങളൊക്കെ പിള്ളേരെ ഓർക്കുന്നില്ലായിരിക്കും. ഇവിടെ എല്ലാ പഴയ പ്രസ് ക്ലബ് പ്രസിഡന്റൊക്കെ അറിയാമല്ലോ, അതേ ഇരിക്കുന്നു. പുള്ളി മിണ്ടാതിരിക്കുക, പുള്ളിക്കറിയാം ഞാൻ വന്നുകൊണ്ടിരുന്നതാണ്. എനിക്കിതെല്ലാം അറിയാം. ഭയങ്കരമായി നിങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുള്ള ആളാണ് നിയമസഭയ്ക്കകത്തും അകത്തും പുറത്തും വഴക്കുണ്ടാക്കിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതിന് കാര്യം എന്താ? കേട്ടോ അനിയൻ്റെ പറയുന്നത്, സംസ്ഥാന സർക്കാർ കൊടുത്ത റിപ്പോർട്ട് വായിക്കണം. എന്താണ് ചെയ്യേണ്ടത്? എന്താണ്? വനവും വനമൃഗങ്ങളും അവിടെ, ജനവും പട്ടയഭൂമിയും ഇവിടെ. ആ നിലയിൽ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം രാഷ്ട്രീയം എടുത്ത് മാറ്റും. പറയട്ടെ, ഒന്ന് പറയാൻ അനുവദിക്കും. നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുക, പറയാൻ അനുവദിക്കാതെ എന്താ മര്യാദയാണ്? ഒന്ന് പറയട്ടെ സഹോദര, ഒന്ന് കേട്ടിട്ട് വഴക്കുണ്ടാക്കും. അതായത് വനത്തിന് ഒരു നിശ്ചിത പരിധി വെച്ചുകൊണ്ട് അതിനപ്പുറത്ത് മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയ മൃഗങ്ങളെ വെടിവെക്കാൻ നിയമം ഉണ്ടാക്കും. എൻ്റെ അഭിപ്രായം അതാണ്. അതുപോലെ തന്നെ മനുഷ്യനും വനത്തിക്കാരൻ്റെ കാര്യമില്ല. അത് സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ വലിയ സിമെൻ്റ് ഇട്ട് ഭിത്തി കെട്ടുന്ന കാര്യത്തിനാണ് പ്രപ്പോസൽ കൊണ്ട് നിൽക്കുന്നത്. ആ പ്രപ്പോസൽ ഇല്ലാതെ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ എരുമേലി കോരത്തോട് മേഖലയിലെ വനം ആന മാത്രമല്ല പാമ്പ് വരെ കയറുകയാത്ത നിലയിൽ സൗരോർജ്ജ വേലി വെച്ചതാണ്. ആ സൗരോർജ്ജ വേലി വരുമ്പോൾ പാമ്പ് വന്ന തല പൊക്കുക, അന്നേരം ചാവുമായിരുന്നു. ഒരു മൃഗം കൊണ്ട് കയറില്ല, ആന തെറിച്ച് പോകുമായിരുന്നു. ഒരു ശല്യമില്ലായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു. ജനങ്ങൾ നോക്കിയില്ല. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് ചെന്നപ്പം 1 കിലോമീറ്ററിലെ വേലിയില്ല. എന്ത് ചെയ്യും നമ്മുടെ ആളുകളുടെ സ്വഭാവം? എന്ത് മറുപടി പറയാൻ? അതുകൊണ്ട് പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഭിത്തി കെട്ടുക തന്നെയാണ്. അങ്ങനെ ഭിത്തി കെട്ടുക എന്ന് പറഞ്ഞാൽ 630 കിലോമീറ്റർ മറ്റൊന്നാണ് കേട്ടത്. എനിക്കതിന് കറക്റ്റ് അറിയില്ല. അത്രയും ഭിത്തി കെട്ടണമെങ്കിൽ സർക്കാർ ഇപ്പം തന്നെ 4,50,000 കോടി രൂപ കടവാക്കി പിണറായി വിജയൻ നാട് നശിപ്പിച്ച് വെച്ചിരിക്കുക. നിങ്ങളും ഞാനുമൊക്കെ 1,22,000 രൂപ കടക്കാരനാന്ന് ഓർത്തോണം. അപ്പോഴാണ് ഇനി ഭിത്തി കെട്ടാൻ കാശ് ആര് തരും? ഭിത്തി കെട്ടാൻ കാശുണ്ടേ. അതുകൊണ്ട് അത് പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ്. എന്താണ് എന്നൊരു സൊല്യൂഷൻ ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞാൽ അത് ശരിയായില്ലെങ്കിലോ ഞാൻ പഠിക്കണം. അതാണ് എനിക്ക് സംഭവം. എൻ്റെ അഭിപ്രായം അത് തന്നെ. പറയട്ടെ, ആദിവാസി അല്ലാതെ വേറെ ഒരുത്തൻ അതിനകത്ത് കാരണം കാര്യം എന്നാ? അല്ല, അവർ മരിക്കാതൊക്കെ അവർ രക്ഷപ്പെട്ടു. നമ്മൾ വിഷമിക്കേണ്ട. ആദിവാസിക്കാർ കഴിവുണ്ട്. ഞാനിപ്പോൾ ഈ വയനാട്ടിൽ അങ്ങനെ അറ്റത്ത് ആദിവാസി മേഖല പോയിച്ചു വരിക. അവിടെ നിന്നുള്ള തേനും ഒക്കെ ഞാൻ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. പഠിക്കാൻ തിരിപ്പുണ്ട്, മനസ്സിലായില്ലേ? അവരാ കാര്യം നോക്കിക്കോളും. ആദിവാസികൾ അങ്ങനെ വളരെ റെയറായിട്ട് എങ്ങനെ അപകടം ഉണ്ടാകാറുണ്ട്. അവർ നോക്കിക്കോളും. അവർക്ക് അതിന് കഴിവുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. അതുണ്ടായിട്ട് അങ്ങനെ എക്സെപ്ഷൻ കേസ് ഉണ്ടാവാറുണ്ടെന്നില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പൊതുവായി ഒരു മാനദണ്ഡം എടുക്കുമ്പോൾ വനത്തിനകത്ത് ആദിവാസികൾ കയറിയാൻ പറ്റുന്ന വേറുള്ളവർ കണ്ട കാര്യം എന്താ? എനിക്കെന്നാ വനത്തിനകത്ത് കണ്ട കാര്യം? അതിൻ്റെ ആവശ്യം എന്താ? അപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ജീവിച്ചോളും. വനവാസികൾ വനത്തിൽ കയറിക്കോളും, അവർ നോക്കിക്കോളും.
ആ നിലയിൽ പോകണം, അതേ പറ്റുള്ളൂ. വേറെ എന്നാ ഉണ്ട്? ഞാൻ ഒത്തിരി നാൾ കൂടി വരിക നിങ്ങളെ ഒന്ന് കാണാൻ, ഒത്തിരി നാളായി കേട്ടോ, ഇല്ലേ? പക്ഷെ എൻ്റെ പഴയ ആളുകളെ ഒന്നും കാണുന്നില്ല, പഴയ ആളുകൾ ആരും ഇല്ല ഇവിടെ ഇപ്പോൾ. ഏതാ മുഖേന പറയണ്ടോ? എല്ലാം പറയണ്ടോ? അല്ലല്ല. അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല നിലയിൽ ഈ കോൺഗ്രസ് പ്രകടന പത്രികയൊക്കെ വയനാട്ടിലെ ജനങ്ങൾ വായിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ താമരച്ചിഹ്നം സുരേന്ദ്രൻ്റെ വിജയം ഉറപ്പാവും. വേറെ കാര്യമൊന്നുമില്ല. കാര്യം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ സഖ്യമാണ് CPIയും കോൺഗ്രസ് അല്ലേ? ആ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്, രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് CPIയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാവാണ്. അതെങ്ങനെ ശരിയാവും? അവർ തമ്മിൽ അടിയുണ്ടാകുക? കാരണം ഇന്ത്യ സഖ്യ പൊളിഞ്ഞു. കേരളത്തിൽ തൊട്ടപ്പുറത്ത്, ഇവിടുന്ന് തൊട്ടപ്പുറത്ത് മൈസൂരിലോട്ട് നിന്ന് രണ്ടും കെട്ടിപ്പിടിച്ച് കിടക്കുക. തമിഴ്നാട്ടിൽ നിന്ന് എല്ലാം കെട്ടിപ്പിടി, കോൺഗ്രസ് ഇതെല്ലാം കെട്ടിപ്പിടിച്ച് CPI എല്ലാം. ഇവിടെ എന്താ ഇങ്ങനെ? ഇവിടെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു എന്നറിയാം. പ്രതിപക്ഷത്ത് CPM എന്താണ് ലൈനെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. CPM അവരെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, അവരെവിടെ വോട്ട് ചെയ്യട്ടെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രൂപതാ പിതാവ് പറഞ്ഞത് ശരി. പിതാവ് ഒരു കാര്യം പറഞ്ഞല്ലോ, വയനാടുകാരൻ വയനാട്ടിൽ MP ആകട്ടെ എന്ന് പറഞ്ഞത് നല്ലതല്ലേ? ഇവിടെ വയനാടുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ മാത്രമാണ്. സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ കളരിയും വയനാടായിരുന്നു. വളരെ ചെറുപ്പം മുതൽ ഇവിടെ ജീവിച്ചയാളാണ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ തന്നെ ജയിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളും വളരെ ആത്മാർത്ഥമായി ഒന്ന് സുരേന്ദ്രനെ സ്നേഹിക്കണം. താമരയെ സ്നേഹിക്കാനല്ല, നമ്മൾ സുരേന്ദ്രനെ സ്നേഹിക്കണം. ഞാൻ താമരയാണ്, നിങ്ങളെല്ലാവരും താമരയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സുരേന്ദ്രൻ എന്ന വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിച്ച് കഴിയുമെങ്കിൽ കഴിയുന്ന പോലെ സുരേന്ദ്രനെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.